ഉറപ്പായ വേഗം വന്നിട്ടാ സംഗതി ആ കുഴപ്പം. എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ. സായി, എന്നെയാണ് ഒരിക്കൽ നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ്. ഇവിടെ താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാരണവശാലും ഇവിടെ ഒന്നും സംസാരിക്കരുതെന്ന്. ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന് ഉപകാരമില്ല എന്ന് പേർക്കൊണ്ട് മുന്നറിയിപ്പ് അവഗണിച്ച് അത് നിങ്ങൾ വീണ്ടും ചെയ്തു. കൊറേ കാലായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ ഇത്? പുറത്തുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെയോ കോഡുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആരുമായും പങ്കുവെക്കാൻ പാടില്ല എന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമമാണ്. വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? സാറ് വലിയ ബുദ്ധിമാനാന്നും പറഞ്ഞു. ഈടോ തന്റെയൊക്കെ തലക്കകത്ത് കളിമണ്ണാണോ? ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ട് നമ്മുടെ സായിക്ക് വീണ്ടും ഒരു വാർണിംഗ് കിട്ടിയിരിക്കുകയാണ്. വേണ്ടായിരുന്നു. ഇത് ഒരു നോർമൽ വാർണിംഗ് അല്ല, അവസാന താക്കീതാണ്. വല്ല കാര്യമുണ്ടോ? അതായത് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്നാണ് വീണ്ടും ബിഗ് ബോസ് വാൺ ചെയ്തിരിക്കുന്നത്. മച്ചാ ഐഡിയാസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഒരു ഗുണമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. സായി വീണ്ടും ആരുടെയൊക്കെയോ അടുത്ത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ചിലപ്പോൾ ജാസ്മിനോടായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന യുവമാര് കേട്ട് കാണൂ. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ആംഗ്യ ഭാഷയിലൂടെയോ മറ്റോ ഒക്കെ സംസാരിച്ചു എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനാണ് സായി ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. കാരണം സായിക്ക് തന്നെ അറിയാം. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല സായി എന്താണ് കാണിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ സീരിയസ്ലി. എന്തായാലും ലാസ്റ്റ് വാണിംഗ് കിട്ടി. ഇനി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി പിടിച്ച് പുറത്താക്കാൻ. അയ്യോ, എന്നെ ഉപേക്ഷിക്കരുതേ. തന്നാരെങ്കിലും ഇവിടെ കല്യാണം കഴിച്ചാ? അപ്പൊ കാണാം. സി യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ.